Hi, it's me Nihat from Fitnesswell. I'm a certified personal trainer, nutritionist and naturopathist. എല്ലാ കാരണവന്മാരും മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഫിറ്റ്നസ് എന്ന് പറയുന്ന മസിൽ ഉണ്ടാക്കല് നല്ല ഫിഗർ ഉള്ള ആള് ഇത് പൊക്കണ്ട് അപ്പൊ അവൻ അത്യാവശ്യം ഫിറ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് എല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കണേ. ആക്ടർ ആയിക്കോട്ടെ, അത്ലറ്റ് ആയിക്കോട്ടെ, ഹൗസ് വൈഫ് ആയിക്കോട്ടെ, സീനിയർ സിറ്റിസൺസ് ആയിക്കോട്ടെ, കിഡ്, നമ്മുടെ വീട്ടിലുള്ള കുട്ടികളായിക്കോട്ടെ, വീട്ടിലുള്ള ആൾക്കാർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കൗട്ടുകളായിരിക്കും അവർക്ക് ആവശ്യം. ഞാൻ എൻ്റെ ഒരു 10 വർഷം ബാക്കിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഹൈ ഇന്റൻസിറ്റി എക്സസൈസുകളൊക്കെ ചെയ്തേനെ. കളരി, കരാട്ടെ, സെൽഫ് ഡിഫൻസ് ക്ലാസ്സുകളും കൂടുതൽ വർക്കൗട്ട് ട്രെയിനിങ്, വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ഞാൻ കൂടുതൽ ചെയ്തേക്കണേ. നമുക്ക് എന്താണ് കുറവുകളെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണം നമ്മൾ അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് മേ ബി ഇതായിരിക്കും ആവശ്യം. ഈ 5 കമ്പോണൻസും തുല്യമായിട്ട് ചേർന്നതിനാലേ നമ്മുടെ ഫിറ്റ്നസ് ഗോള് ഒരു പ്രോപ്പർ ലെവലാവുള്ളൂ. ഇതാണ് ആക്ച്വലി ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത്. ഫിറ്റ്നസ് മീൻസ് ദ എബിലിറ്റി ടു ഡു എ ടാസ്ക്. എന്തെങ്കിലും ടാസ്കുകളൊക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫിറ്റാണ് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ഒന്ന് ബക്കറ്റ് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു. അപ്പം അത് ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അയാൾ അതിൽ ഫിറ്റാണ്. തവണ എന്തൊരു പുള്ളപ്സ് എടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ പുഷപ്സ് എടുക്കാൻ പറഞ്ഞു, അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പുഷിങ് സ്ട്രെങ്ത്തും പുള്ളിങ് സ്ട്രെങ്ത്തും ഓക്കെയാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല സ്റ്റാമിനയോടെ ഒരു 5 കിലോമീറ്റർ ഓടാൻ പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഓടാനായിട്ടുള്ള കെൽപ്പുണ്ട്. അപ്പം എന്താണ് ഫിറ്റ്നസ് എന്നുള്ള ക്ലാരിറ്റി കിട്ടിയില്ലേ? ഫിറ്റ്നസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 കമ്പോണൻസ് ഉണ്ട്. അതായത് പ്രൊഫഷണൽ രീതി അനുസരിച്ച് ആ 5 കമ്പോണൻസിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഫസ്റ്റ്, കാർഡിയോ വസ്കുലർ എൻഡ്യൂറൻസ്. സെക്കൻഡ്, മസ്കുലർ സ്കെലിറ്റൽ സ്ട്രെങ്ത്. തേർഡ്, മസ്കുലർ എൻഡ്യൂറൻസ്. ഫോർത്ത്, ഫ്ലെക്സിബിലിറ്റി. ഫിഫ്ത്ത്, ഐഡിയൽ ബോഡി കോമ്പോസിഷൻ. ഇത് നമുക്ക് കാർഡിയോ വസ്കുലർ എൻഡ്യൂറൻസ് എന്താന്ന് പറയാം. ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹേർട്ട് കളക്ട് ചെയ്തിട്ട് ലങ്സിൽ ചെന്ന ശേഷം ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ട് വീണ്ടും ഹേർട്ടിൽ നിന്ന് ബോഡിയിലേക്ക് പമ്പ് ചെയ്യുക. ബ്ലഡ് പമ്പിങ് പ്രോപ്പർ ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ കാർഡിയോ വസ്കുലർ എൻഡ്യൂറൻസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. അത് നമ്മൾ ജിമ്മിൽ വരുവാണെന്നുണ്ടെങ്കിൽ ട്രെഡ്മില്ല്, റോയിങ്, സ്കീയിങ് അങ്ങനെ പല മെഷീൻസിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പുറത്താണെന്നുണ്ടെങ്കിൽ ജോഗിങ്, സൈക്ലിംഗ്, സ്വിമ്മിങ്, ഇങ്ങനെ നടത്തം, ഇങ്ങനത്തെ പല ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്തിട്ട് കാർഡിയോ വസ്കുലർ എൻഡ്യൂറൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് മസ്കുലർ സ്കെലിറ്റൽ സ്ട്രെങ്ത്. മസിൽസിന്റെ അകത്ത് എല്ലുകൾ വരുന്നുണ്ട്, ടെൻഡൻ വരുന്നുണ്ട്, ലിഗമെന്റ് വരുന്നുണ്ട്, ജോയിന്റുകൾ വരുന്നുണ്ട്. ഇതൊക്കെ അപ്പം നമുക്ക് അത്യാവശ്യം ജിമ്മിൽ വന്ന് വെയിറ്റുകളൊക്കെ പൊക്കിയാൽ ഈ വെയിറ്റ് പൊക്കാനായിട്ടുള്ള എന്തെങ്കിലും വെയിറ്റ് ട്രെയിനിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് മസിൽസിന്റെ സ്കെലിറ്റൻ മസിൽ മാസ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമതായിട്ട് മസ്കുലർ എൻഡ്യൂറൻസ്. അതായത് മസിൽസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബൈസെപ്സ്, ട്രൈസെപ്സ്, അങ്ങനെ ചെസ്റ്റ്, ബാക്ക്, അങ്ങനെ പുഷ് പുൾ വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തള്ളാനും വലിക്കാനും ഉള്ള ബലം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ജിമ്മിൽ വന്നിട്ട് മസിൽസിന് വേണ്ടി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസ്കുലർ എൻഡ്യൂറൻസ് കൂടും. ഇതൊരു ഷോൾഡർ പ്രസ് വർക്കൗട്ടാണ്. ഡംബൽ ഷോൾഡർ പ്രസ്. നമ്മൾ 2 ഡംബൽ എടുത്തിട്ട് ഇങ്ങനെ ഫുൾ പ്രൈസ് ചെയ്യും. ഇങ്ങനെ ഫങ്ഷണൽ ആക്ടിവിറ്റീനെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു ബെർത്തിന്റെ മേളിലേക്ക് ഒരു TV, ഒരു വാഷിംഗ് മെഷീനൊക്കെ എടുത്ത് വെക്കേണ്ട വന്നു കഴിഞ്ഞാൽ നമ്മതൊരു വെയിറ്റ് പൊക്കി നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ആ ആക്ടിവിറ്റി നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 10-15 മിനിറ്റ് ഒക്കെ ടോയ്ലറ്റിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ ആ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മസിൽസിന് സ്ട്രെങ്ത് വേണം. അപ്പോൾ ലെഗ് മസിൽസിന് സ്ട്രെങ്ത് വേണമെന്നുണ്ടെങ്കിൽ ലെഗ് മസിൽസ് നമ്മൾ ട്രെയിൻ ചെയ്ത് അത്യാവശ്യം വെയിറ്റ് ഒക്കെ പൊക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി നമ്മുടെ ലെഗ് മസിൽസ്, ക്വാഡിസെപ്സ്, ഹാംസ്ട്രിങ്സ്, കാഫ് ഇതൊക്കെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇരിക്കാനുള്ള റേഞ്ച് കൂടുള്ളൂ. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി, എറോബിക്സ്, യോഗ, പിലാറ്റസ്, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ജിമ്മിലും എക്സസൈസ്, ഡൈനാമിക് ഒരു 10 വെച്ച് പ്രാക്ടീസ് ചെയ്ത് ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ. വർക്കൗട്ടിലും ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ ഫുൾ മസിൽസ് നമുക്ക് സ്ട്രെച്ച് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ആണെങ്കിൽ ഫുൾ സ്ട്രെച്ച് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്ലെക്സിബിലിറ്റിയും ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. 5ാമത്തെ കമ്പോണൻ്റ് ആണ് ഐഡിയൽ ബോഡി കോമ്പോസിഷൻ. പണ്ടേ മുതൽ പ്രാക്ടീസ് ചെയ്തേക്കുന്നത് റൈറ്റ് ഹാൻഡ് വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ എഴുതണതായിക്കോട്ടെ, എന്തെങ്കിലും ബ്രഷിങ് ചെയ്യണതായിക്കോട്ടെ, പെയിന്റിങ് ചെയ്യണതായിക്കോട്ടെ, അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തു വെക്കാനായിക്കോട്ടെ, എന്തെങ്കിലും ആക്ടിവിറ്റീസ് വീട്ടിൽ ഹെവി ആയിട്ട് പോക്കാനായിട്ട് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്തേക്കുന്നത് റൈറ്റ് ഹാൻഡ് ആയിരിക്കും. അപ്പം നമ്മൾ റൈറ്റ് ഹാൻഡിന് അത്യാവശ്യം നല്ല പവർ ആയിരിക്കും. അതിനെ നമുക്ക് കൂടുതൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതാ റൈറ്റ് ഹാൻഡിനെ പോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് കോൺഷ്യസ് മനസ്സിലാക്കിയിട്ട് വീക്ക് പോയിന്റ് ആയ ലെഫ്റ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ആ ലെഫ്റ്റ് സൈഡ് വെച്ച് നമ്മൾ എക്സസൈസ് ചെയ്ത് പയ്യെ ഇമ്പ്രൂവ് ചെയ്ത് എടുത്താലേ നമ്മുടെ റൈറ്റും ലെഫ്റ്റും ഈക്വൽ പവറിൽ നിൽക്കുക. അപ്പൊ ഈക്വൽ ഐഡിയൽ ബോഡി കോമ്പോസിഷൻ എന്ന് പറയും.